ഓഫീസ് കഴിഞ്ഞ് നേരെ പോയത് ഉപ്പിലിട്ടത് കഴിക്കാനാട്ടോ. കൊച്ചിയിൽ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്നത് കാക്കനാട് എൻജി ക്വാർട്ടേഴ്സിന്റെ അടുത്താണ്. 6 മണിക്ക് ഓഫീസ് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സും കൂട്ടി ഞങ്ങൾ മെട്രോയിൽ കല്ലൂർ സ്റ്റേഡിയത്തിൽ പോയി ഇറങ്ങി. അവിടുന്ന് ബസ്സിലാട്ടോ പോയത്. അപ്പൊ കാക്കനാട് പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ കടയുള്ളത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാനിത് ഉപ്പിലിട്ടത് കഴിക്കാൻ പോയത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാട്ടോ. അവിടെ ഇത്രയും വെറൈറ്റീസ് ഇല്ല. മാംഗോ, പിന്നെ നെല്ലിക്ക, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മുളക് ഉപ്പിലിട്ടതുണ്ട്, പപ്പായയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് തൊട്ടേ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്ക് ഇടയ്ക്ക് കഴിക്കാൻ തോന്നും മാങ്ങയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങി ഉപ്പൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ്. കുഞ്ഞിലെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം വീട്ടിൽ എൻ്റെ അമ്മ കടയിൽ നിന്ന് മാങ്ങ വാങ്ങിച്ച് വെക്കുമ്പോഴേക്കിനും അത് എന്നെ കാണാതെ പാത്തൊക്കെ ആട്ടോ വെക്കുന്നത്. അല്ല, ഞാനത് എടുത്ത് കഴിക്കും. അത്ര എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ഉപ്പിലിട്ടത് കഴിക്കാൻ ഫോർട്ട് കൊച്ചി പോകാമെന്ന്. അപ്പോഴാണ് ഫ്രണ്ട്സ് പറഞ്ഞത് നമ്മുടെ എൻജിഒ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുണ്ട് എന്ന്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഉപ്പിലിട്ട കാര്യം ഓർക്കുമ്പോൾ കേട്ടോ, പണ്ടൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ചേട്ടൻ്റെ മോളാട്ടോ. അപ്പൊ പുള്ളിക്കാരത്തിയായിട്ടായിരുന്നു ഭയങ്കര കമ്പനി. അപ്പൊ ഞങ്ങള് നാട്ടില് എവിടെയൊക്കെ പേരയ്ക്ക, മാങ്ങ, ചാമ്പയ്ക്ക, ജാതിക്ക, ഇതൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കേട്ടോ. അപ്പൊ വീട്ടുകാരറിയാതെ പണ്ട് ഞാൻ ഈ കുട്ടിയും കൂടെ പോയിട്ട് ഈ കാടൊക്കെ ആട്ടോ, നല്ല കാടുള്ള. അപ്പൊ ആ കുഞ്ഞില് നമുക്ക് അതൊന്നും പാമ്പുണ്ട് എന്നുള്ളൊരു പേടിയൊന്നുമില്ല. ഈ ചാമ്പയ്ക്കൊക്കെ കാണുമ്പോഴേ കയറി പോകും കേട്ടോ ഈ അയ്യത്തൊക്കെ. അങ്ങനെ ഒരുപാട് പറിച്ച് കഴിക്കായിരുന്നു ഉപ്പൊക്കെ ഇട്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും എനിക്കറിയാം കേട്ടോ ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന്. നാട്ടിൽ പോകുമ്പോൾ സാധാരണ ഫുഡൊക്കെ ചോറ്, ബീഫ്, ചിക്കനൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാറില്ല, ഒരുപാട് കഴിക്കാറില്ല. പക്ഷെ എനിക്കിങ്ങനെ മാങ്ങ, ചാമ്പയ്ക്ക, പേരയ്ക്കൊക്കെ ഒരു കൊട്ട തന്നാലും ഞാൻ കഴിക്കും. അത്ര എനിക്കിഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, ചിലപ്പോൾ എനിക്ക് ടേസ്റ്റ് ബഡ്സ് അതായിരിക്കും. ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ ചായക്കട, കുറേ സാധനങ്ങൾ ഉണ്ട്, ഈ കടികളൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങയല്ലല്ലോ, കരിക്ക്, അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങേ അറ്റാണ് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കടയുള്ളത്. നടന്ന് മടുത്തു. പക്ഷേ ആണെങ്കിൽ ഇത് കഴിക്കാനുള്ള കൊതി കൊണ്ടാട്ടോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. അതും ജോലി കഴിഞ്ഞിട്ട് അത്രയും ടയേർഡായിട്ട് തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചത് ഈ ഒരു സാധനം കണ്ടിട്ടാട്ടോ. ഇവിടെ ഒരുപാട് സാധനം, ഞാൻ ഇത്രയും ഉള്ള ഒരു കടയിൽ പോയിട്ടില്ല കേട്ടോ. ഫോർട്ട് കൊച്ചിയിലൊക്കെ പോകുമ്പോഴേക്കിനും ഒരു 2-3 വെറൈറ്റീസ് കാണും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ ഒരു കട ഞാൻ കണ്ടിട്ടില്ല. ഇത് കൊച്ചിയില് കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സിന്റെ അടുത്താണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. ഇത് കണ്ടപാടെ എനിക്ക് എല്ലാം വേണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ആദ്യമേ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരയ്ക്ക, മാങ്ങ, പിന്നെ പിന്നെന്തുവാ, ആപ്പിള്, കോണ്, പിന്നെ എളന്തപ്പഴം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോഴേ അത് ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഞാൻ ജാതിക്ക വാങ്ങിച്ചു കേട്ടോ. കുറെ നാളായിട്ട് ജാതിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഉപ്പിലിട്ടത് ജാതിക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ജാതിക്ക പറഞ്ഞു, ആപ്പിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ ചൗ ഇഷ്ടപ്പെട്ടു കേട്ടോ, ഉപ്പിലിട്ടത്. അതും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഓരോ പീസേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു, പച്ചമുന്തിരിയും ചുമന്നയല്ലല്ലോ, കറുപ്പ് മുന്തിരിയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ പുളിയുള്ളതായിരുന്നു, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന നെല്ലിക്കയും പറഞ്ഞു, ഇനി അതിന്റെ കുറവ് വേണ്ട. അപ്പൊ ഇത് ഞാൻ മുന്തിരിയാണ് കേട്ടോ കഴിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുന്തിരി, കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു, പച്ചമുന്തിരി ഉണ്ടായിരുന്നു. കുറച്ച് പുളി ഉണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു ഉപ്പിലിട്ട ഒരു വെറൈറ്റി ആദ്യമായിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. പിന്നെ നെല്ലിക്ക, അത് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണല്ലോ. എന്നാലും എന്തായാലും ഉപ്പിലിട്ട കഴിക്കല്ലേ, അപ്പൊ എന്തായാലും മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നെല്ലിക്ക. അതുകൊണ്ട് ഒരു നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധാ ടേസ്റ്റ് തന്നെ, എല്ലാവർക്കും അറിയാലോ. പിന്നെ പേരയ്ക്ക ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഉപ്പിലിട്ടത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് പഴുത്തതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പേരയ്ക്ക. 2-3 പീസും കൂടെ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെ കുറെ വെറൈറ്റീസ് നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ എപ്പോൾ കഴിയുന്നോ അവനും കൂടെ ഉള്ളതാട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പാവം എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു തരാൻ നിൽക്കുക കേട്ടോ. എൻ്റെ കൂടെ ഓഫീസിലുള്ളതാണ്.
പിന്നെ ഞാൻ ഇത് ജാതിക്ക കേട്ടോ കഴിച്ച്. ജാതിക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിനു മുന്നേ മൂന്നാർ പോയ സമയത്ത് ജാതിക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടത്. അത്രയും കൊതിയായിട്ട് കേട്ടോ, എനിക്ക് ജാതിക്ക ഭയങ്കര ഇഷ്ടമാണ്. അത്രയും കൊതിയായിട്ട് ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു, ഒട്ടും രസമില്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ ജാതിക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ആപ്പിള് ഞാൻ ആദ്യമായിട്ട് കേട്ടോ കഴിക്കുന്നത്. ഉപ്പിലിട്ടത് കഴിച്ചിട്ടേ ഇല്ല. ഇത് നല്ല അവരുടെ കൂടെ കൂട്ടത്തിലൊരു ഇത് കിട്ടും, മുളക്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മുക്കി കഴിക്കാൻ നല്ലതായിരുന്നു. ലാസ്റ്റ് ആണ് കേട്ടോ എലന്തപ്പഴം എടുത്തത്. എലന്തപ്പഴം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കഴിച്ചിട്ടില്ല. ഇതിന്റെ പച്ച പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പഴം ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിയാം. കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെപ്പറ്റി അധികം ധാരണ ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്ന സാധനങ്ങളായെങ്കിലും 2-3 തവണ കഴിച്ചാലല്ലേ ഓക്കെ ആവത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പിന്നെ ലാസ്റ്റ് മാങ്ങ കഴിച്ചു കേട്ടോ. മാങ്ങ പിന്നെ പറയണ്ടല്ലോ, നല്ലതായിരുന്നു. പുളി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങയ്ക്ക്. അതും വലിയ മാങ്ങയല്ല. വലിയ മാങ്ങയാണെങ്കിൽ അത്രയും പുളി കാണത്തില്ല. സാധാരണ ഉപ്പിലിട്ട കടകളിലൊക്കെ വലിയ മാങ്ങയാണ് കിട്ടുന്നത്, അതിന് പുളി കാണില്ല. പക്ഷെ ഇത് ചെറിയ മാങ്ങ ആയതുകൊണ്ട് പുളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും നോക്കിയിട്ട് വേറെ എന്തൊക്കെയുണ്ടെന്ന്. പിന്നെ ഇത് കേട്ടോ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തി, മുളക് ചമ്മന്തി കേട്ടോ. ഈ മുളക് ഇതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ, അത്ര അടിപൊളിയാണ്. ഞാൻ കേട്ടോ ചൗ വാങ്ങിച്ചത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് നേരത്തെ പോയപ്പോഴേക്കിനും, ക്രിസ്മസിന് പോയപ്പോഴേക്കിനും അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിക്കണം ചേച്ചി, നല്ലതാന്ന്. അപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം ചൗ. ഞാൻ ഇത് തോരൻ വെച്ചിട്ടാട്ടോ കഴിച്ചിട്ടുള്ളത്. വീട്ടിലൊക്കെ അമ്മ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും, ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് ഒരുമിച്ച് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആർക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതിൽ വരാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ കുറെ നിർബന്ധിച്ചപ്പോഴേക്കിനും വന്നു. ഒരാൾ മാറി നിപ്പുണ്ട്, വീഡിയോയിൽ പെടാതെ മാറി നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ച് കഴിച്ചു. അപ്പൊ ലാസ്റ്റ് തണ്ണിമത്തനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ചമ്മന്തി മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഉപ്പിലിട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ഞാൻ എങ്ങും കണ്ടിട്ടുമില്ല കേട്ടോ. ഇത് ഓമയ്ക്കയാണ്, പപ്പായ നമ്മുടെ അവിടെ ഓമയ്ക്കാന്നാ പറയുന്നത്. പിന്നെ കോൺ കഴിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കിനും അവര് വാങ്ങിച്ച് ആദ്യമേ കഴിച്ചായിരുന്നു. അപ്പോഴേക്കിനും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ അത് വാങ്ങിച്ചു കഴിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കോണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എന്തൊക്കെ കഴിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ നോക്കിയാണ് പറയുന്നത് ഇതൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞ്. അപ്പൊ എല്ലാത്തിനും കൂടി ഞാൻ കഴിച്ച അത്രയും 80 രൂപ ആയുള്ളൂ കേട്ടോ. ഓരോ പീസിനും 5 രൂപ, 10 രൂപ അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഷോപ്പിന്റെ പേര് കേട്ടോ സൽത്താര എന്നാണ് പേര് കേട്ടോ. അപ്പൊ ഉപ്പിലിട്ടത് കഴിക്കാൻ ആഗ്രഹമുള്ളവര് സൽത്താരയിൽ വരിക. കാക്കനാട് എൻജിഒ കോട്ടേഴ്സിന്റെ അടുത്താണ് കേട്ടോ.